ഫൈനൽ പോരാട്ടത്തോടെ ഫുട്ബോൾ ലോകകപ്പ് സീസണ് തിരശീല വീണു. ആവേശമേറിയ വാഗ്വാദങ്ങൾക്കും വാശിയേറിയ തർക്കങ്ങൾക്കുമാണ് ഇതോടുകൂടി അവസാനമായത്. ക്ലബ്ബുകളോ ഫാൻസുകാരോ മാത്രമല്ല, സ്വന്തം വീടിനുള്ളിൽ പോലും വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ലോകകപ്പ് തുടങ്ങിയതോടെ നാടെങ്ങും ഉത്സവമായി. ഫ്ലക്സ്, കട്ടൗട്ട്, അങ്ങനെ ആവേശം വീടുകളിലേക്കും പടർന്നു. തുടക്കം ഇങ്ങനെയായിരുന്നു. നീ മെസ്സിയാണോ റൊണാൾഡോ ആണോ? ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്ന. വീട്ടുചുമരുകളിൽ മെസ്സിയും റൊണാൾഡോയും തലപ്പൊക്കം മത്സരിച്ചു. സംസാരം ഫാൻ ഫൈറ്റുകളായി മാറി. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആള് മെസ്സിയാണ്. മെസ്സിക്ക് എത്ര വണ്ടികളുണ്ട്? റൊണാൾഡോയ്ക്ക് കാറുണ്ട്, സൂപ്പറുണ്ട്, പിന്നെ സ്കൈലൈൻ ഉണ്ട്, പിന്നെ ലെക്സസ് ഉണ്ട്, BMW ഉണ്ട്, ബെൻസ് ഉണ്ട്. പക്ഷെ വേൾഡ് കപ്പില്ല, കപ്പില്ല. സ്വന്തം ടീം പാതിയിൽ തോറ്റു പുറത്തായപ്പോൾ മറുകണ്ഠം പലരും ചാടി. ബദ്ധവൈരികളുടെ ടീമിന്റെ തോൽവിക്കായി ഉറക്കമൊഴിഞ്ഞും കാത്തിരുന്നു. ഇന്ന് മെസ്സി തോക്കും, എന്തായാലും ഇന്ന് സ്വിറ്റ്സർലാൻഡാ, ഇന്ന് മെസ്സി തോക്കും. ലോകകപ്പ് സർഗാത്മകതയ്ക്ക് വഴി തുറന്നു. ഒടുവിൽ ആകാംക്ഷയുടെ ഫൈനൽ ദിനം. വാദപ്രതിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു. മിഥുനെ, അവസാന അവസരമോ വരുന്നുണ്ടോ സ്പെയിനിലേക്ക്? ഒരിക്കലും വരില്ല. 36 വർഷം കാത്തു നിന്നതിന് ശേഷമാണ് ഒരു കിരീടം മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീനയ്ക്ക് ലഭിച്ചത്. അത്രയും വർഷം കാത്തിരിക്കാമെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി കൂടി കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവും. അശ്വതി, പ്രവചനങ്ങൾ കളം നിറഞ്ഞു. അച്ഛനൊരു മറുപടി കൊടുക്കാം. അച്ഛൻ പറയുന്നത് മെസ്സിയെ കപ്പെടുക്കുന്ന നടക്കൂല. അതാണ് നടക്കൂല കേട്ടോ. നടക്കത്തില്ല. മെസ്സി എന്തായാലും ഗോൾ അടിക്കത്തില്ല എന്ന് ഉറപ്പാ. എങ്ങാനും മെസ്സി എങ്ങാനും കപ്പടിച്ചാ നമ്മൾ എന്ത് ചെയ്യും? കപ്പടിക്കൂല, അതിനെ കുറിച്ച് ഒന്നും സംശയിക്കണ്ട. മെസ്സി എന്തായാലും കപ്പടിക്കൂല എന്ന് ഉറപ്പാ. ഒടുക്കം അനിവാര്യമായ തോൽവി ശുഭം. ഹലോ അച്ഛാ, എന്തൊക്കെയാന്ന് അച്ഛാ? മെസ്സി കപ്പടിക്കും, മെസ്സി ജയിക്കും, മെസ്സി ഇത് വലിയ ആളാവുന്നല്ല അച്ഛൻ പറഞ്ഞു. ഇപ്പൊ മെസ്സി തോറ്റപ്പോ സമാധാനമായോ? ഒന്ന് പോയി കിടന്ന് ഇറങ്ങാവോ? ജനം, കൊച്ചി.